വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്കിന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ, ഇപ്പോൾ പുതിയ PSC അല്ലെങ്കിൽ PSCയുടെ ആ ഒരു ഇതിനനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻസുകൾ, അങ്ങനെ ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. അപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോവിങ് ചോദിച്ചാലും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിച്ചാലും അതിനനുസരിച്ച് ഉള്ള രീതിയിൽ അല്ലെങ്കിൽ അപ്പിയർ ചെയ്യാൻ പാകത്തിനുള്ള രീതിയിൽ പഠിച്ചു വെക്കാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? തെറ്റായ പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കാം ആൻസർ ആയിട്ട് വരുന്നത്? ഒന്ന് ഓർത്തു വെക്കുക. അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ഏതാണ് ഇവിടെ? 1ഉം 3ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത്, അല്ലെ? 1ഉം 3ഉം. 2ഉം 4ഉം അവിടെ ശരിയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം എന്ന് പറയുന്നത് ആനയാണ്, അല്ലെ? വയനാട് ഓർ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് പറയും, അല്ലെ? മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് കൂടിയൊക്കെ പറയും. ഇനി നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണോ? അല്ല, അല്ലെ? ഏതാണ്? പെരിയാർ, അല്ലെ? പെരിയാർ വന്യജീവി സങ്കേതമാണ് ആദ്യത്തെ, അല്ലെങ്കിൽ വലിയ വന്യജീവി സങ്കേതമൊക്കെയാണ് പെരിയാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക, ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്, അല്ലെ? ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. അതുകൂടാതെ ആദ്യം അല്ലെങ്കിൽ തുടക്കത്തിൽ അതിനെ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി നെക്സ്റ്റ് തെറ്റായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്: ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തിലാണോ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത്? കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്, അല്ലെ? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കൂടാ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്: കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവിക്കുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. അപ്പൊ ഇവിടെ ദേശീയോദ്യാനം എന്ന് പറയുമ്പോൾ നമുക്ക് വന്യജീവി സങ്കേതങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പറഞ്ഞു, അല്ലെ? 18 വന്യജീവി സങ്കേതങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ദേശീയോദ്യാനം പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് 5 ദേശീയോദ്യാനം ഉണ്ട് എന്നാണ് PSCയുടെ ആ ഒരു ആൻസർ ആയിട്ട് വരുന്നത്. ആക്ച്വലി കേരള വനം വകുപ്പ് അടിസ്ഥാനത്തിൽ 6 ദേശീയോദ്യാനമുണ്ട്. 7ാമതായിട്ടുള്ള ഒരു ദേശീയോദ്യാനം ഉണ്ട്, അത് കരിമ്പുഴയാണ്, അല്ലെ? കരിമ്പുഴ ആയിട്ട് പരിഗണിക്കുന്നത് കരിമ്പുഴയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്ന്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവിക്കുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഏതാണ്? എല്ലാം ശരിയാണ്, അല്ലെ? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളും ഇവിടെ ശരിയാണ്. അപ്പോൾ ഇവിടെ ഓർത്തു വെച്ചാൽ മതി, ഈ ദേശീയോദ്യാനം എന്ന് പറയുമ്പോൾ ഈ 7 ദേശീയോദ്യാനങ്ങൾ പഠിക്കാനായിട്ട് നമുക്കൊരു കോഡ് ഉണ്ട്. അതായത് ഇങ്ങനെ ഓർത്താൽ മതി: ഇരവി പെരിയാറിൽ സൈലന്റായി മതിൽ കെട്ടാൻ പോയി ആനയെയും പാമ്പിനെയും കണ്ട് പേടിച്ച് കരിമ്പുഴയിൽ ചാടി, അല്ലെ? കരിമ്പുഴയിൽ ചാടി എന്ന് ഓർത്താ മതി. ആനയെയും പാമ്പിനെയും കണ്ട് പേടിച്ച്, ആനയെയും പാമ്പിനെയും, അല്ലെ? പാമ്പിനെയും. അപ്പോൾ ഇത് കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് കിട്ടും. ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച ഓർഡറിൽ തന്നെ കിട്ടും, അല്ലെ? ഇരവി എന്ന് പറയുമ്പോൾ എന്താണ്? ഇരവിക്കുളം. പിന്നെ എന്താണ്? പെരിയാറ്. സൈലന്റായി എന്ന് പറയുമ്പോൾ സൈലന്റ് വാലി. നെക്സ്റ്റ് മതികെട്ടാൻ ചോല. പിന്നെ ആന, അല്ലെ? ആനമുടിച്ചോല, പാമ്പാടും ചോല, കരിമ്പുഴ. അപ്പൊ ഇത്രയും ഓർത്തു വെച്ചാൽ മതി. ഇരവി പെരിയാറിൽ സൈലന്റായി മതിൽ കെട്ടാൻ പോയി ആനയെയും പാമ്പിനെയും കണ്ട് കരിമ്പുഴയിൽ ചാടി എന്ന് ഓർത്താൽ മതി. അപ്പൊ ഇത് കറക്റ്റ് ആ ഒരു ഓർഡറിൽ പോകും. അപ്പൊ ഇരവിക്കുളം, പെരിയാറ്, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല, കരിമ്പുഴ. അപ്പൊ ഇത്രയും കറക്റ്റ് ആയിട്ട് ആ ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ആ ഒരു ഇത് എൻ്റർ ചെയ്ത ആ ഒരു ഇയറിന്റെ ആ ഒരു ഓർഡറിൽ തന്നെ അവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം. അതുകൂടാതെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഇതൊക്കെ കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. ഓരോന്നിന്റെ പ്രത്യേകതകൾ പഠിച്ചു വയ്ക്കണം. അതായത് ഇപ്പൊ സൈലന്റ് വാലി എന്ന് പറയുമ്പോൾ ഏക കന്യാവനം, അതുകൂടാതെ നിത്യഹരിതവനം, ഇതൊക്കെ സൈലന്റ് വാലിയാണ്, അല്ലെ? അതിന് ഓരോ
ദേശീയോദ്യാനങ്ങൾക്ക് ഓരോ സവിശേഷതകളുണ്ട്. അതെല്ലാം ഇവിടെ പഠിച്ചു വെക്കണം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ഇവിടെ വരുന്നത്? ഇരവികുളം അല്ലെ. ഇരവികുളമാണ് വംശനാശം സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ഏക ദേശീയോദ്യാനം എന്ന് പറയുന്നത്. അത് ആ ഒരു വരയാടുകൾക്ക് ഒരു പേരുണ്ട്, നീലഗിരി താർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. നീലഗിരി താർ എന്ന പേരിലാണ് നമുക്ക് ആ ഒരു വരയാടുകളെ അറിയപ്പെടുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് അല്ലെ, ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇനി ഇതിന്റെ തെക്ക് ഭാഗത്താണ് നമുക്ക് ആനമുടി കാണപ്പെടുന്നത് അല്ലെ. ആനമുടിയൊക്കെ നമുക്ക് ഇതിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും ഓരോ സവിശേഷതകളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? ഓഫ് കോഴ്സ് നമുക്കറിയാം ഇടുക്കിയാണ് അല്ലെ. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കുറവ് എന്ന് പറയുമ്പോൾ ഏതാണ്? കുറവായിട്ട് കണക്കാക്കുന്നത് ആലപ്പുഴയാണ് അല്ലെ. ആലപ്പുഴയാണ് നമ്മൾ ഏറ്റവും കുറവ് ആ ഒരു വനമേഖല ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി അതുകൂടാതെ ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ അല്ലെങ്കിൽ വനം കൂടുതൽ എന്ന് പറയുമ്പോൾ ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതൽ എന്ന് പറയുമ്പോൾ അത് വയനാടാണ് കേട്ടോ. വയനാടാണ് ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതൽ. ഇനി റിസർവ് വനം കൂടുതലുള്ളത് പത്തനംതിട്ടയാണ് റിസർവ് വനം കൂടുതലുള്ളത്. അപ്പോൾ വനത്തിന്റെ പെർസെൻറ്റേജും എത്രയാണ് വനം ഉള്ളത് അല്ലെങ്കിൽ കൂടുതലുള്ളത്, ശതമാനാടിസ്ഥാനത്തിൽ കൂടുതലുള്ളത്, റിസർവ് കൂടുതലുള്ളത്, കുറവ് ഏത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ അവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കിക്കോളാം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? ഓരോന്നിന്റെ ഉയരവും കറക്റ്റ് എത്ര കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ എത്ര മീറ്റർ ആണ്, ഇതൊക്കെ പഠിച്ചേക്കണം. അപ്പോൾ ദേശീയോദ്യാനത്തിന്റെ ആയാലും അല്ലെങ്കിൽ വന്യജീവി സങ്കേതത്തിന്റെ ഒക്കെ ആയാലും നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. അപ്പോൾ ഇവിടെ ഏതാണ്? 2695 മീറ്റർ ആണ് നമുക്ക് ആനമുടിയുടെ ഉയരമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വെക്കണം. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. ഇനി അപ്പോൾ നോക്കിക്കോളാം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലെ. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡിംഗ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ ഫുള്ളി സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി, ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾ അവിടെ പഠിച്ചു തുടങ്ങുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ആ ഒരു ടൈം ടേബിളിൽ ബേസ് ചെയ്തിട്ട് വീക്കിലി എക്സാംസുകളും സ്പെഷ്യൽ ടോപ്പിക്സുകളും എല്ലാത്തിൻ്റെ അടക്കം നമുക്ക് ലൈവ് ക്ലാസ്സുകൾ, ഓരോ മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതുകൂടാതെ നോട്ട്സുകൾ, PYQ ഡിസ്കഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഡിസ്കസ് ചെയ്യുക. അതുകൂടാതെ വീക്കിലി എക്സാംസുകൾ, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇങ്ങനെ നമുക്ക് എന്താണ് സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം അടക്കം നമുക്ക് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ആ ഒരു കോഴ്സിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കോൺടാക്ട് ചെയ്യാം 8590202323 എന്ന് പറയുന്ന നമ്പറിലേക്ക്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് പറയാനായിട്ട് സാധിക്കും. എവിടെയാണ്? പാലക്കാടാണ് അല്ലെ. പാലക്കാടാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ ഏക കന്യാവനം അല്ലെ, ഏക കന്യാവനം. അതുകൂടാതെ മഴക്കാട് അല്ലെ, മഴക്കാട്, നിത്യഹരിതവനം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതിനെയാണ്? ഈ സൈലന്റ് വാലിയാണ്. അപ്പോൾ ഓർത്ത് വെക്കണം, സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. ഇനി അതുകൂടാതെ നമുക്ക് ഒത്തിരി പ്രത്യേകതകൾ സൈലന്റ് വാലിയെ പറയാൻ സാധിക്കും. ഏക കന്യാവനം അല്ലെ, കേരളത്തിലെ ഏക കന്യാവനം. അതുകൂടാതെ ഏറ്റവും വലിയ മഴക്കാട് അല്ലെ, ഏറ്റവും വലിയ മഴക്കാട്, നിത്യഹരിതവനം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതിനെയാണ്? ഈ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിനെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത് എന്നാണ് ചോദിക്കുന്നത്. സിംഹവാലൻ കുരങ്ങ്, വെരുക്, വരയാട്, മലമുഴക്കി വേഴാമ്പൽ. ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? സിംഹവാലൻ കുരങ്ങ് അല്ലെ. അപ്പൊ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി എന്ന് പറയുന്നത് സിംഹവാലൻ കുരങ്ങാണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ്?
പീച്ചിയാണ് അല്ലെ. കേരളത്തിലെ റിസർച്ച് ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിക്കോള, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? പെരിയാർ അല്ലെ. പെരിയാർ ആണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തു വെക്കുക, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് പെരിയാർ ആണ്. ഇത് 777 ചതുരശ്ര കിലോമീറ്റർ ആണ് നമുക്ക് എന്ത് വരുന്നത്, ഈ പെരിയാർ വന്യജീവി സങ്കേതം വരുന്നത്. ഇതിന്റെ അല്ലെങ്കിൽ പെരിയാറിന്റെ ആദ്യ ആ ഒരു വന്യജീവി സങ്കേതത്തിന്റെ പേര് എന്ന് പറയുന്നത് ഓർത്തു വെക്കുക, നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി അല്ലെ. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി, നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സ്ഥാപിതമായത് 1934 ഇനി ഇത് സ്ഥാപിച്ചപ്പോൾ ഇവിടുത്തെ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഇത് സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുക, പെരിയാർ 777 ചതുരശ്ര കിലോമീറ്റർ. ഇനി അതുകൂടാതെ ആദ്യത്തെ പേര് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. ഇനി ഇത് സ്ഥാപിച്ചപ്പോൾ, അതായത് 1934 ഇത് സ്ഥാപിച്ചപ്പോൾ അവിടുത്തെ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. നെക്സ്റ്റ് നോക്കിക്കോളാം, കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് പറയുന്നത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. അപ്പൊ ഏതായിരിക്കും ഇതിനകത്ത് ശരിയായത്? 1, 2, 4 ഇവിടെ ശരിയായിട്ട് വരുന്നത് അല്ലെ. അതായത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി, അത് ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഇനി തെറ്റായിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം. ആണോ? അല്ല അല്ലെ. പാമ്പാടും ചോല അല്ലെ. പാമ്പാടും ചോലയാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായിട്ട് വരുന്നത്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം എന്ന് പറയുന്നത് എന്താണ് അവിടെ? ശരിയാണ്. അപ്പോൾ ഇത്രയാണ് ഇവിടെ ആൻസർ ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകളും അതുകൂടാതെ നമുക്ക് എന്താണ് നോർമൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസുകളും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസുകൾ അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ആ ഒരു ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.